നമസ്കാരം. പല സ്ഥലത്തും കുട്ടികൾ വിവാഹം കഴിക്കുന്നു. 1 മാസം 2 മാസം കഴിയുമ്പോൾ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നു. പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ചിലപ്പോൾ കുട്ടികളുണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് കുട്ടികളോട് ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാനിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും വീട്ടുകാരെ പെൺമക്കളെയൊക്കെ കല്യാണം കഴിച്ച് വിടുമ്പോൾ അവർക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹം കാണും. അപ്പോൾ അവർക്ക് അവരുടെ ഭവനം മാത്രമേ കാണുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ താമസിക്കുന്ന വീട് തന്നെ അങ്ങ് എഴുതി കൊടുക്കും. എന്നിട്ട് അവർ ആ വീട്ടിലങ്ങ് താമസിക്കും, അപ്പനും അമ്മയും, പെൺകുട്ടിയുടെ അപ്പനും അമ്മയും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പം ഇവരുടെ ആ കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള ആ വലിയ സ്പിരിറ്റും വലിയ ആർഭാടവും എല്ലാം അങ്ങ് കഴിയും. അത് കഴിയുമ്പോഴത്തേക്ക് ആ കല്യാണം കഴിക്കുന്ന ആ പുതുമൊടിയിൽ അവർക്ക് ഭയങ്കര ആർഭാടവും എങ്ങനെ ജീവിക്കണം, ഏത് രീതി ജീവിക്കണം എന്നൊന്നും അറിഞ്ഞുകൊണ്ട് അങ്ങ് അടിച്ച് പൊളിയായിരിക്കും. ഈ അടിച്ച് പൊളി എല്ലാം കഴിഞ്ഞ് വരുമ്പം കയ്യിൽ കാശില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. ചിലപ്പോൾ ജോലിയുള്ളവരായിരിക്കും, ചിലപ്പോൾ ജോലി ഇല്ലാത്തവരായിരിക്കും. ജോലിയുള്ളവരാണെങ്കിൽ പോലും കിട്ടുന്ന കാശ് കൊണ്ട് തികയാത്തൊരവസ്ഥയിലേക്ക് വരും. എല്ലാവരുടെയും കാര്യമല്ല, അങ്ങനെ വരുന്ന ചിലരുടെ കാര്യം. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത കുടുംബജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. അങ്ങനെ കുറേ ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ കാശില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും പെൺകുട്ടിയോട് ആദ്യം ഭർത്താവ് പറയും, എടി നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ വീട്ടിൽ ചെന്ന് പറ, അവരുടെ അടുത്ത് ഒന്നി മാറി എങ്ങോട്ടെങ്കിലും താമസിക്ക്, എന്നിട്ട് ആ വീട് നമുക്ക് വാടകയ്ക്ക് കൊടുത്ത് നമുക്ക് കുറച്ച് കാശൊക്കെ അതിൽ നിന്ന് കിട്ടും, അങ്ങനെ ജീവിക്കാമെന്ന് പറയുമെന്ന് പറയും. അപ്പോൾ പെൺകുട്ടിക്ക് സ്വന്തം അപ്പനോടും അമ്മയോടും ചെന്ന് പറയുക എന്നുള്ളത് വളരെ വിഷമമായിരിക്കും. അപ്പോൾ അവൾക്ക് അത് വിഷമം തോന്നും, നമുക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് അവൾ ആദ്യം വളരെ സോഫ്റ്റായിട്ട് ആയിരിക്കും അറിയിക്കുന്നത്. ചിലർ ദേഷ്യപ്പെട്ട് പറയും, എനിക്കതൊന്നും പറ്റില്ല എന്ന് പറയും. അപ്പം ഭർത്താവിന് ദേഷ്യം വരും. ഭർത്താവിന് ഭാര്യയുടെ അപ്പനും അമ്മയെന്ന് പറഞ്ഞാൽ അത് ഒരു റെസ്പെക്റ്റ്ഫുൾ പേഴ്സൺസ് ആണെന്ന് ചിലപ്പോൾ അവർക്ക് ചിന്തിക്കാൻ കഴിയാതെ വരും. അങ്ങനെ വരുമ്പോൾ അവർ കടുപ്പിച്ച് പറയും. എന്നിട്ട് അവസാനം പറയും, ആ കളവിൻ്റെയും കളവിയെടുത്തേയും മാറി താമസിക്കാൻ പറയും, അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നതിൻ്റെ വാടക തരാൻ പറയും. ആ കാഠിന്യം കൂടി വരുമ്പോൾ ഇവർ തമ്മിലും വഴക്കാവും. പെൺകുട്ടി വീട്ടിലറിയിക്കുമ്പോൾ അവർക്ക് ഈ ഇറങ്ങിപ്പോകാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട്. കാരണം അവർ താമസിച്ച് വന്ന വീടാണ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറയുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർ മോക്ക് എഴുതി കൊടുത്തു, വേണമെങ്കിൽ മോക്ക് അവിടെ ചെന്ന് താമസിക്കാം. മോക്ക് അവിടെ ചെന്ന് താമസിച്ചാലുള്ള പല പല ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട്.